ടെലിഗ്രാമിലെ ചില അശ്ലീല ഗ്രൂപ്പുകളെക്കുറിച്ചും സൈബർ ഇടങ്ങളിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. രക്ഷിതാക്കൾ കണ്ണും കാതും കൂർപ്പിച്ച് തന്നെ കേൾക്കേണ്ട ചില കാര്യങ്ങൾ. ആദ്യം സിനിമാ ഗ്രൂപ്പുകളായി ആരംഭിക്കും, പിന്നീട് അത് അശ്ലീല ഗ്രൂപ്പായി മാറും. പണം നൽകിയാൽ ഏത് സ്ത്രീയുടെ ഫോട്ടോയും മോർഫ് ചെയ്തു തരും. ഏത് വിധത്തിലുള്ള അശ്ലീല ഡീപ് ഫേക്ക് വീഡിയോയും നിർമ്മിച്ചു നൽകും. കൂടുതൽ പണം നൽകിയാൽ ആയിരക്കണക്കിനുള്ള അശ്ലീല വീഡിയോകളുടെ ടെറാബോക്സ് സ്റ്റോറേജിലേക്ക് പ്രവേശനാനുമതി നൽകും. കുട്ടികളുടെ വരെ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ. ഈ കാര്യങ്ങൾ ഒരു പരസ്യമായ രഹസ്യമായിരുന്നുവെങ്കിലും അത്ര മാധ്യമ ശ്രദ്ധ കിട്ടിയിരുന്നില്ല. സമീപകാലത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ ഈഗിൾ ഗെയിമിംഗ് എന്നറിയപ്പെടുന്ന ദിലിനും ഷാമോൻ എന്നറിയപ്പെടുന്ന അഖിൽ ഷായും ഈ സംഘത്തിൻ്റെ ഇരകളായതോടെയാണ് ഗുരുതരമായ ഈ വിഷയം പൊതുമധ്യത്തിലേക്ക് ഇറങ്ങിയത്. ഇപ്പോഴും ഇതൊന്നും അറിയാത്ത രക്ഷിതാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. കുട്ടികൾക്ക് ഫോൺ നൽകി അവരെ സ്വൈര്യമായി വിഹരിക്കാൻ അനുവദിക്കുന്ന രക്ഷിതാക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മക്കൾ വീട്ടിലുണ്ടെങ്കിലും അവരുടെ കണ്ണും കാതും മനസ്സും കീഴ്പ്പെടുത്തുന്ന ഈ സൈബർ ഇടങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഫാക്ട് ആൻഡ് ഫോക്കസിലേക്ക് സ്വാഗതം. ഈഗിൾ ഗെയിമിംഗ് എന്നറിയപ്പെടുന്ന ദിലിൻ്റെ വാക്കുകൾ കേട്ട് തന്നെ തുടങ്ങാം. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കുട്ടി ആരാധകരുള്ള ഗെയിമറാണ് ദിലിൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ ദിലിൻ്റെ വേണ്ടപ്പെട്ടവരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ചില ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ഒരു സുപ്രഭാതത്തിൽ പ്രചരിക്കുന്നു. അതിനു പുറകിൽ പ്രവർത്തിച്ച പ്രതികളെ കണ്ടെത്താൻ സ്വതന്ത്രമായ അന്വേഷണം ആരംഭിച്ച ദിലിൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ദിലിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. കുറെ പേർക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, കുറെ പേർക്ക് ഇത് ഒരു അത്ഭുതമായിരിക്കാം. നമ്മുടെ നാട്ടില് എക്സ്ട്രീംലി വൾഗർ ആൻഡ് മെന്റൽ ആയിട്ട് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരെ ഇന്നിവിടെ എക്സ്പോസ് ചെയ്യാൻ പോവാം. പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ, ടെലഗ്രാമിലെ കോണ്ടന്റ് ഉണ്ടാക്കുന്നവന്മാര്, വിൽക്കുന്നവന്മാര്. 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റോണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ പേര് അമ്മയാണ്. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് ഒരു 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മയെന്ന് പറയുന്ന ഗ്രൂപ്പ്. നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. എത്ര ഭീകരം! അമ്മയുടെയും പെങ്ങന്മാരുടെയും ചിത്രങ്ങൾ അശ്ലീല ഗ്രൂപ്പുകളിലേക്ക് പങ്കുവെക്കുന്ന 15-20 വയസ്സുള്ള കുട്ടികൾ. ബസ്സിലും ട്രെയിനിലും സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോകൾ രഹസ്യമായി എടുത്ത് വട്ടം കൂടി അശ്ലീലം പറയുന്ന ഗ്രൂപ്പുകൾ. ഫോട്ടോ നൽകിയാൽ വൈകൃതങ്ങൾ ആ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് കാണിച്ച് അത് വീഡിയോ എടുത്ത് നൽകുന്നവർ. ഇൻസ്റ്റയിലും FBയിലും പല പെൺകുട്ടികളും പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ എടുത്ത് മോർഫ് ചെയ്ത് വിൽക്കുകയും രസിക്കുകയും ചെയ്യുന്ന പ്രത്യേകതരം വൈകൃതങ്ങൾ. അത്തരം ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന കുട്ടികൾ. എന്ത് പേരിട്ടാണ് ഇതിനെയൊക്കെ വിളിക്കേണ്ടത് അറിയില്ല. ടെലിഗ്രാം, എക്സ്, റെഡിറ്റ് എന്നിവിടങ്ങളിലൊക്കെയാണ് പ്രധാന വില്ലന്മാർ വിഹരിക്കുന്നത്. ഏറെ പ്രചാരമുള്ള ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാം നൽകുന്ന സ്വകാര്യതയാണ് സൈബർ കുറ്റവാളികൾ മുതലെടുക്കുന്നത്. ഹവാല, ലഹരി കച്ചവടം, പെൺവാണിഭം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കായി ഇവർ ടെലിഗ്രാമിനെ ദുരുപയോഗം ചെയ്യുന്നു. ചില ബോട്ടുകളെ കുറിച്ച് പറയാം. ഫോട്ടോ നൽകിയാൽ അത് ഫ്രീ ആയി മോർഫ് ചെയ്ത് നൽകുന്ന ബോട്ടുകൾ. പണം നൽകിയാൽ വേണ്ട വിധത്തിലുള്ള അശ്ലീല വീഡിയോകളുടെ ആയിരക്കണക്കിന് ക്ലിപ്പുകൾ നൽകുന്ന ചാറ്റ് ബോട്ടുകൾ. അധികവും സിനിമ ലിങ്ക് ചാറ്റ് ബോട്ടുകളായി ആരംഭിക്കും, പതിയെ ഇതിലേക്ക് രൂപാന്തരപ്പെടും. നമ്മുടെ മക്കൾ ഒരുപക്ഷെ സിനിമ ഡൗൺലോഡ് ചെയ്യാനായിരിക്കും ആ ഗ്രൂപ്പിലും ചാറ്റ് ബോട്ടിലും കയറിയത്. പക്ഷേ പിന്നീട് ഒരു ദിവസം അവർ ടെലിഗ്രാം തുറക്കുമ്പോൾ അവർ കാണുന്ന കാഴ്ച ഇതായേക്കാം. ഒരു നിമിഷം നമ്മുടെ മക്കൾ നമ്മൾ പകർന്നു നൽകിയ പാഠങ്ങളെല്ലാം മറന്ന് കൗതുകത്തിന്റെ പേരിലെങ്കിലും അതൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെയും തീരുന്നില്ല. സമീപകാലത്ത് മറ്റു ചില സുപ്രധാന കണ്ടെത്തലുകൾ കൂടി നടത്തിയ ഇൻഫ്ലുവൻസർ അഖിലിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ടെലിഗ്രാമിലൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിന്റെ പേരാണ് ലിസ്റ്റ് എന്ന്. ഈ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ മോർഫഡ് ഫോട്ടോസ് ഉണ്ട്. ഇവരിത് പൈസക്കാണ് കൊടുക്കുന്നത്. അതായത് ഫോട്ടോക്ക് ഇത്ര റേറ്റും വീഡിയോന്റെ ക്വാളിറ്റി അവർ ഇതാക്കുന്നതിന്റെ ലെങ്ത്തും അനുസരിച്ചാണ് പൈസ ഈടാക്കുന്നത്. ഫോട്ടോക്ക് 200, വീഡിയോക്ക് എത്ര സ്റ്റാർട്ടിങ് 400, അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. ടെലിഗ്രാമിൽ സെലിബ്രിറ്റികളെ ഉന്നം വെച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ. ലിസ്റ്റ് എന്നാണ് ഒരു ഗ്രൂപ്പിന്റെ പേര്. 400-600 രൂപ നൽകിയാൽ അവർ മോർഫ് ചെയ്ത വീഡിയോയും ഫോട്ടോയും നിർമ്മിച്ചു നൽകും. സാധാരണക്കാരെയും സെലിബ്രിറ്റികളെയും എല്ലാം വരിഞ്ഞു മുറുക്കുകയാണ് ഈ ക്രിമിനൽ സംഘങ്ങൾ.
സമീപകാലത്ത് സൈബർ പോലീസ് ഈ കാര്യങ്ങൾ ഗൗരവമായെടുത്ത് പിടിച്ച കുറ്റവാളികളെ കൂടി ഒന്ന് കാണണം. ഇരുപതും 25 വയസ്സുള്ള ചെറുപ്പക്കാർ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മകൻ മകൾ വീട്ടിലുണ്ടെങ്കിലും പുറത്തൊന്നും പോകുന്നില്ലെങ്കിലും അവരുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ, തടസ്സങ്ങളില്ലാത്ത ഇന്റർനെറ്റ് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. കുട്ടികൾക്ക് ഇത് മനസ്സിലാക്കാനുള്ള വിവേകമുണ്ടായെന്ന് വരില്ല. അവരെ ചുറ്റിപ്പിടിക്കാൻ, ഈ റാക്കറ്റിൽ ചേർക്കാൻ രതിവൈകൃതങ്ങളുടെ നീരാളിക്കൈകൾ അവരുടെ സോഷ്യൽ മീഡിയകളിൽ തന്നെ സജീവമായുണ്ട്. ടെലിഗ്രാം, എക്സ്, റെഡിറ്റ് എന്നിവ അൺഇൻസ്റ്റാൾ ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും മതിയാവില്ല. മെറ്റാ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളുടേതുൾപ്പെടെയുള്ള അശ്ലീല ചിത്രങ്ങളും പോസ്റ്റുകളും സജഷൻ നൽകുന്ന മെറ്റ അൽഗോരിതം അപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. BBC റിപ്പോർട്ടർ ദിവ്യ ആര്യ ചെയ്തൊരു ഡോക്യുമെന്ററി ഉണ്ട്. ഇൻസ്റ്റഗ്രാം അശ്ലീല കോണ്ടന്റുകൾ, അതും പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടേതുൾപ്പെടെയുള്ള അശ്ലീല കോണ്ടന്റുകൾ ഫീഡിൽ ബാക്ക് ടു ബാക്ക് കാണിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി. ഇതിൽ ഇന്ത്യയിലെ മെറ്റ MD അരുൺ ശ്രീനിവാസിനോട് ദിവ്യ ആര്യ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന രംഗമുണ്ട്. ന്യൂഡിറ്റിയും കുട്ടികളുടെ അശ്ലീല കോണ്ടന്റുകളും ഇൻസ്റ്റഗ്രാം അൽഗോരിതത്തിന് എതിരായിട്ടും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ദിവ്യയുടെ ചോദ്യം. അരുൺ ശ്രീനിവാസന് ഉത്തരമുണ്ടാവില്ല. കാരണം മെറ്റയ്ക്ക് പ്രധാനം വ്യൂവർഷിപ്പ് നിലനിർത്തലാണ്. അതിനുവേണ്ടി അവർ ഇൻസ്റ്റയിലും FBയിലുമെല്ലാം എന്ത് വീഡിയോകളും നൽകും, അശ്ലീല വീഡിയോകൾ ഉൾപ്പെടെ. ചുരുക്കത്തിൽ മെറ്റാ പ്ലാറ്റ്ഫോമുകളുടെ അവസ്ഥയും മറ്റൊന്നല്ല, അതിഗുരുതരം തന്നെ. ഒരു ചോദ്യം കൂടി നമ്മുടെ കുട്ടികളോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ആരാണ് അവരുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ? തൊപ്പിയുടെ കഥ നമുക്കറിയാം. അശ്ലീലതയുടെയും അസഭ്യത്തിൻ്റെയും പൂരപ്പറമ്പാകുന്ന ലൈവുകൾ, അസഭ്യം പറയാനും തോന്നിവാസങ്ങൾ കാണിക്കാനും പണം വാരിയെറിഞ്ഞു നൽകുന്ന സൂപ്പർ ചാറ്റുകൾ, രക്ഷിതാക്കൾ പോലും അറിയാതെ അവരുടെ അക്കൗണ്ടുകളിൽ നിന്നും സൂപ്പർ ചാറ്റുകളിൽ പണം നൽകി പുളകം കൊള്ളുന്ന കുരുന്നുകൾ, രാത്രി വെളുപ്പിക്കും വരെ തോന്നിവാസങ്ങളുടെ ഘോഷയാത്രകൾ. കണ്ടിരിക്കുന്നതിലേറെയും കുട്ടികളായിരുന്നു. ഇപ്പോൾ അയാളെവിടെ? ഒളിവിലാണ്. പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് നേരം വെളുപ്പിച്ച കുട്ടികളിപ്പോൾ എവിടെയാവും? നമുക്കറിയില്ല. അയാളെപ്പോലെയാവാൻ ആ കുട്ടികൾ ഒരിക്കലും ശ്രമിക്കാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ട്രീമർമാരുടെ ജീവിതത്തെ, അവരുടെ കോഡ് ഭാഷകളെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവരായി മാറുകയാണ് പല കുട്ടികളും. സൂക്ഷിക്കണം, അത് നമ്മുടെ കുട്ടികളെ നമ്മുടേതല്ലാതാക്കും. കുട്ടികളെ നിരീക്ഷിക്കുക. വല്ലപ്പോഴുമൊക്കെ നമ്മുടെ കുട്ടികളുടെ യൂട്യൂബ് ഹിസ്റ്ററിയും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഫീഡും ടെലിഗ്രാം, റെഡിറ്റ് കമ്മ്യൂണിറ്റികളുമൊക്കെ ഒന്ന് പരിശോധിക്കുക. ഈ ഇടങ്ങളിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് അവർക്ക് അവബോധം നൽകുക. ആ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നമ്മുടെ അനിയനും അനിയത്തിയും മകനും മകളുമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളല്ലാതെ മറ്റാരാണ്?